കർത്താവിനാലേറെ സ്നേഹമുള്ളവരെ, വചനവയലിലെ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം സംഖ്യാപുസ്തകം 13 അധ്യായം 30 മുതലുള്ള തിരുവചനങ്ങൾ. മോശയുടെ ചുറ്റും കൂടിയ ജനത്തെ നിശബ്ദരാക്കിയിട്ട് കാലേബ് പറഞ്ഞു, നമുക്കുടനെ പോയി ആ ദേശം കൈവശപ്പെടുത്താം. അത് കീഴടക്കുവാനുള്ള ശക്തി നമുക്കുണ്ട്. എന്നാൽ അവിടുത്തെ ജനങ്ങളെ കീഴ്പ്പെടുത്തുവാൻ നമുക്ക് കഴിവില്ല. അവർ നമ്മളെക്കാൾ ശക്തന്മാരാണ് എന്ന് അവനോട് കൂടി പോയിരുന്നവർ അഭിപ്രായപ്പെട്ടു. അങ്ങനെ തങ്ങൾ കണ്ട സ്ഥലത്തെക്കുറിച്ച് തെറ്റായ ധാരണ നൽകിക്കൊണ്ടവർ പറഞ്ഞു, ഞങ്ങൾ ദേശം ഉറ്റുനോക്കി. ദേശം അവിടെ വസിക്കാൻ ചെല്ലുന്നവരെ വിഴുങ്ങിക്കളയുന്നവരാണ്. അവിടെ ഞങ്ങൾ കണ്ട മനുഷ്യരോ അതികായന്മാർ. പ്രിയപ്പെട്ടവരെ, 2 തരം അഭിപ്രായമാണ് ഒരേ കാര്യത്തിന് ഇവിടെ സംഭവിക്കുന്നത്. മോശ 12 പേരെ കനാൻ ദേശം ഉറ്റുനോക്കുവാനായി പറഞ്ഞുവിട്ടു. ആ ദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങളെപ്പറ്റി അന്വേഷിക്കുന്നതിനും ആ ദേശത്തിൻ്റെ പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കുന്നതിനും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിനുമൊക്കെ വേണ്ടി ഒരു മുൻ ഉപദേശത്തിന് വേണ്ടിയിട്ടാണ് ജനത്തിനു വേണ്ടി ഈ 12 പേരെ വിടുന്നത്. എന്നാൽ അവരവിടെ ചെന്ന് കഴിയുമ്പോൾ 10 പേർ ഈ ദേശം നമുക്കൊരിക്കലും സ്വന്തമാക്കാൻ കഴിയില്ല എന്നും അവിടെ വലിയ മല്ലന്മാരാണെന്നും അവർ നമ്മെ പിടിച്ചു വിഴുങ്ങിക്കളയാൻ സാധ്യതയുണ്ടെന്നും നമ്മൾ അവരുടെ മുമ്പിൽ വിട്ടിലുകളെ പോലെയാണ് എന്നും ജനത്തെ തെറ്റിദ്ധരിപ്പിച്ചു. എന്നാൽ ജോഷുവയും കാലേബും അവർ വ്യത്യസ്തരായി ചിന്തിച്ചവരാണ്. അവർ പറഞ്ഞ അഭിപ്രായം വളരെ വ്യത്യസ്തമായിരുന്നു. അവർ പറഞ്ഞു, ഈ ദേശം നമുക്ക് കൈവശപ്പെടുത്താം. അത് കൈവശപ്പെടുത്തുവാനുള്ള ശക്തി നമുക്കുണ്ട്. എന്നാൽ നമ്മെ കൈവശപ്പെടുത്തുവാൻ ദൈവം പറഞ്ഞിരിക്കുന്ന ഈ സ്ഥലത്ത് നമുക്കൊരിക്കലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. കാരണം ദൈവത്തിൻ്റെ വാഗ്ദാനമാണിത്. പ്രിയമുള്ളവരെ, ദൈവം നൽകുമെന്ന് പറഞ്ഞ കാര്യങ്ങളെ വിശ്വസിക്കുവാനും ആ പറഞ്ഞ കാര്യങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ടും പരിശ്രമിക്കുക എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അപ്പോൾ ആ വ്യക്തി അതിനനുസരിച്ച് ജീവിക്കണമെന്നുള്ളതാണ്, അല്ലെങ്കിൽ അങ്ങനെ തീരുമാനിക്കണമെന്നും ചിന്തിക്കണമെന്നുമുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായി ചെയ്യുവാനായിട്ട് പാടില്ല. ആ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോവുകയും അതിന് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം. അത് തികച്ചും ക്രിസ്തീയമായ ഒരു ശൈലിയുമാണ്. അപ്പോൾ മറ്റുള്ളവരെ ദൈവത്തിൻ്റെ ബലത്തെക്കുറിച്ചാണ് നാം പറഞ്ഞു പഠിപ്പിക്കേണ്ടത്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അദൃശ്യമായ പ്രവൃത്തികളാണ്. ദൈവം ഏത് രീതിയിലും പ്രവർത്തിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തങ്ങൾ കണ്ട സ്ഥലത്തെക്കുറിച്ച് തെറ്റായ ധാരണ നൽകിയവർ അവിടെ വലിയ അതികായന്മാരെ കണ്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ ജനത്തിൻ്റെ ഇടയിൽ വലിയ ഒരു ഭിന്നത ഉണ്ടായി. എന്നാൽ കാലേബ് പറഞ്ഞ ഈ കാര്യങ്ങൾ നമുക്കുടനെ പോയി ദേശം കൈവശപ്പെടുത്താം, അത് കീഴടക്കുവാനുള്ള ശക്തി നമുക്കുണ്ട്. എന്നാൽ അവിടുത്തെ ജനങ്ങളെ കീഴ്പ്പെടുത്തുവാൻ കഴിവില്ല. അവർ നമ്മളെക്കാൾ ശക്തന്മാരാണ് എന്ന് അവനോടുകൂടെ പോയിരുന്നവർ അഭിപ്രായപ്പെട്ടു. അങ്ങനെ കാലേബിൻ്റെയും ജോഷുവയുടെയും ഒക്കെ അഭിപ്രായത്തിന് വിരുദ്ധമായി കുറച്ച് പേർ പറഞ്ഞപ്പോൾ ജനം ആ വിരുദ്ധതയാണ് സ്വീകരിച്ചത്. പലപ്പോഴും നമ്മളൊരു കാര്യം കേൾക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതൊരു വിരുദ്ധതയാണോ എന്നുള്ളതാണ്. പലപ്പോഴും വളരെ പെട്ടെന്ന് വിശ്വസിക്കുവാനായിട്ട് നമുക്ക് എളുപ്പമുള്ളത് ഈ ഒരു വിരുദ്ധ മനോഭാവമാണ്. ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റിക്കളഞ്ഞാൽ മാത്രമേ ദൈവം ഉദ്ദേശിക്കുന്ന തലത്തിൽ ഉയരുവാനും ജീവിതത്തെ അഭിവൃദ്ധിപ്പെടുത്തുവാനും നമുക്ക് കഴിയുകയുള്ളൂ. കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം ആദർശിച്ച്.